എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2025 പ്രവേശന പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയുടെ മാർക്കിൻ്റെ ഓൺലൈൻ സമർപ്പണം നൽകാനുള്ള, അതായത് ഓൺലൈൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ചു. അതായത് ഇന്ന് വൈകുന്നേരം 6 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു +2 ഫിസിക്സ് കെമിസ്ട്രി, അതായത് ഈ +2 എന്ന് പറയുമ്പോൾ +2 അല്ലെങ്കിൽ തത്തുല്യം പരീക്ഷയുടെ 2ാം വർഷം, അതായത് സെക്കൻഡ് ഇയറിൻ്റെ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന്, അതായത് ജനുവരി അല്ല ജൂൺ 4-ാം തീയതി വൈകുന്നേരം 6 മണി വരെ ആയിട്ട് ദീർഘിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ +2 മാർക്ക് ഇതുവരെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതായത് 2025 കേരള എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2025 പ്രവേശന പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ എഞ്ചിനീയറിംഗിൽ മിനിമം മാർക്ക് എന്ന് പറയുമ്പോൾ 10 മാർക്കാണ് മിനിമം മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 10 മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളുടെ +2 സെക്കൻഡ് ഇയറിൻ്റെ മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, അതായത് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ, അതായത് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സമയത്ത് ഈ സ്ക്രീനിൽ കുറച്ച് അക്കങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ആ ഒരു സമയത്ത് കാണുന്നത് അതാണ് ഇവിടെ ആക്സസ് കോഡായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് മാർക്ക് എൻട്രി ഫോർ ENGG എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അവിടെ അതായത് എഞ്ചിനീയറിംഗിൻ്റെ മാർക്ക് എൻട്രി ചെയ്യാനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ +2 മാർക്ക്, അതായത് നിങ്ങൾക്ക് +2 ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ മാത്സ് എന്നിവയുടെ മാർക്കാണ് നിങ്ങൾ നൽകേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ വരും. ചില വിദ്യാർത്ഥികൾക്ക് മാർക്ക് അവിടെ വരില്ല. കാരണം നിങ്ങൾ മുൻ വർഷങ്ങളിലെ ബോർഡുകളിൽ, അതായത് ഇപ്പോൾ CBSE അതല്ലെങ്കിൽ ICSE അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മുൻ വർഷങ്ങളിൽ ഈ +2 പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ചിലപ്പോൾ മാത്രമേ നിങ്ങളുടെ +2 മാർക്ക് അവിടെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. അതായത് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കാൻഡിഡേറ്റ്, അതായത് കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് അതുപോലെ ആ ഒരു പേജിൽ കാണുന്ന കുറച്ച് അക്കങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ആക്സസ് കോഡ്. അപ്പോൾ അതുകൂടി നൽകിയ ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മാർക്ക് സബ്മിഷൻ ഫോർ ENGG എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിശ്ചിത വിഷയത്തിൽ ലഭിച്ചിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ യോഗ്യതാ പരീക്ഷയുടെ പാസ്സായ ബോർഡ്, വർഷം, രജിസ്റ്റർ നമ്പർ എന്നിവ നിങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയുടെ മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതത് ബോർഡുകളിൽ ഈ ഓഫീസിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എങ്കിൽ അത് ആ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുമായിട്ട് അതിൽ പറഞ്ഞ മാർക്ക് കറക്റ്റാണോ എന്നുള്ളത് പരിശോധിച്ച് അത് കറക്റ്റാണ് എങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വീണ്ടും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ആ വെബ്സൈറ്റിൽ കാണിച്ചിട്ടുള്ള മാർക്കുകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ, അത് ശരിയായ മാർക്കിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ നിങ്ങൾക്ക് ആ പേജിൽ തന്നെ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ശരിയായ മാർക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതുപോലെ നിങ്ങൾ മാർക്കിൻ്റെ റിസൾട്ടിൻ്റെ PDF സ്കാൻ ചെയ്ത PDF നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതും ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ CE ഓഫീസിൽ ലഭ്യമല്ലാത്തതിനാൽ ചില വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ബോർഡ് അതുപോലെ പാസ്സായ വർഷം, രജിസ്റ്റർ നമ്പർ എന്നിവ നിങ്ങൾ നൽകിയ സമയം നിങ്ങൾക്ക്
ആ ഒരു ദൃശ്യമാവുന്ന പേജിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്കുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ കാണുന്ന പേജിൽ നിങ്ങൾക്ക് ഓരോ വിഷയങ്ങൾക്ക്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയ്ക്ക് ലഭിച്ചിട്ടുള്ള മാർക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ പറഞ്ഞത് പ്രകാരം കൃത്യമായിട്ട് സെക്കൻഡ് ഇയറിൽ കിട്ടിയിട്ടുള്ള മാർക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ശേഷം എല്ലാം കറക്റ്റ് ആണെങ്കിൽ സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വെബ് പേജിൽ കാണിച്ചിരിക്കുന്ന മാർക്കിൽ തിരുത്തലുകൾ വരുത്തേണ്ടി വന്ന വിദ്യാർത്ഥികളും അതുപോലെ ബോർഡ് ഡാറ്റ ലഭ്യമല്ലാതിരുന്നതിനാൽ മാർക്കുകൾ രേഖപ്പെടുത്തേണ്ടി വന്നവരും മാർക്കുകൾ സമർപ്പിക്കുന്നതിനോടൊപ്പം +2 അഥവാ തത്തുല്യ യോഗ്യതയുടെ മാർക്ക് ലിസ്റ്റ് PDF രൂപത്തിലാക്കിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്യുന്നതും സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ രേഖകൾ, അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന PDF ആക്കിയിട്ടുള്ള രേഖകൾ കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നത് ആയിരിക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് കെമിസ്ട്രി പഠിച്ചിട്ടില്ലാത്തവർ ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോളജി എന്നിവയുടെ മാർക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് കെമിസ്ട്രി പഠിച്ചിട്ടില്ലെങ്കിലാണ് അത്. അതുപോലെ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു മാർക്ക് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞുള്ള ഒരു റിപ്പോർട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നൽകിയ ശേഷം നിങ്ങൾക്ക് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്കത് ഫോണിൽ സോഫ്റ്റ് കോപ്പി ആയിട്ടോ അല്ലെങ്കിൽ അത് പ്രിൻ്റ് എടുത്ത് ഹാർഡ് കോപ്പി ആയിട്ടോ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വെബ് പേജിൽ കാണിച്ചിരിക്കുന്ന മാർക്കിൽ തിരുത്തലുകൾ വരുത്തേണ്ടി വന്ന വിദ്യാർത്ഥികളും ബോർഡ് ഡാറ്റ ലഭ്യമല്ലാതിരുന്നാൽ മാർക്കുകൾ രേഖപ്പെടുത്തേണ്ടി വന്നവരും +2 മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ലഭ്യമാവുള്ളൂ. മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ +2 മാർക്ക് ഷീറ്റ് എന്നിവ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസിലേക്ക് അയക്കാൻ പാടില്ല. അതുപോലെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന +2 മാർക്ക് അല്ലെങ്കിൽ പരീക്ഷാ ബോർഡ് ഓരോ വിഷയത്തിനും ലഭിച്ച മാർക്ക്, പരമാവധി മാർക്ക് എന്നിവ ഓരോ വിഷയവും പാസ്സായ വർഷം എന്നിവ അഡ്മിഷൻ സമയത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഏപ്രിൽ 23 മുതൽ 29 വരെ ഒഴികെയുള്ള നടത്തിയിട്ടുള്ള എഞ്ചിനീയറിംഗ് പ്രവേശന, അതായത് 24/4/2025 ഒഴികെ നടത്തിയിട്ടുള്ള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതി പ്രോസ്പെക്ടസ് ക്ലോസ് 9.7.5 പ്രകാരം നിശ്ചിത യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് മാർക്ക് സമർപ്പിക്കാൻ അവസരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുകയും ക്ലോസ് 6 പ്രകാരം നിശ്ചിത യോഗ്യത, അതായത് 10 മാർക്ക് എങ്കിലും നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രവേശനത്തിന് അർഹത ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ +2 ജയിച്ചിട്ടുണ്ടായിരിക്കണം ഈ ഒരു അഡ്മിഷൻ നേടുന്നതിനായിട്ട്. അതുപോലെ ചില കോളേജുകൾ നിങ്ങൾ അഥവാ +2 ജയിച്ചിട്ടില്ല, എന്നാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു നിശ്ചിത മാർക്ക് ഉണ്ട്. അപ്പോൾ ബാക്കി ഏതെങ്കിലും സബ്ജക്റ്റ് ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് +2വിൻ്റെ സേ പരീക്ഷക്ക്, അതായത് അവർക്കും മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. എന്നാൽ +2 സേ പരീക്ഷ റിസൾട്ട് വന്ന ശേഷം അതിനു മുമ്പ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കോളേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുവരെ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ നിന്നും നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് അഡ്മിഷൻ തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.